ബൈബിളിന് പുറത്ത് യേശു എന്നൊരു വ്യക്തി ജീവിച്ചിരുന്നതായി മറ്റൊരു ചരിത്ര രേഖ പോലുമില്ല. അക്കാലത്ത് സീസറിന്റെ കഥകളുണ്ട്. യേശുവിന് മുൻപ് ജീവിച്ചിരുന്ന ബുദ്ധന്റെ പോലും ചരിത്ര രേഖകളുണ്ട്. പക്ഷേ യേശുവിന് മാത്രം ചരിത്ര രേഖകളില്ല. അതെ, ശരിയാണ്, യേശു എന്നൊരു വ്യക്തിയെ ജീവിച്ചിരുന്നിട്ടില്ല. ആക്ച്വലി യേശു മരിച്ചു എന്നതിനാണ് തെളിവില്ലാത്തത്. യേശുവിന്റെ കുരിശു മരണത്തിന് ചരിത്രപരമായി യാതൊരു തെളിവുമില്ല. ബൈബിളിന് പുറത്ത് യേശുവിനെ കുറിച്ച് രേഖകളില്ല എന്നത് വെറും അജ്ഞത മാത്രമാണ്. നിരീശ്വരവാദികൾക്കും ചില സംഘികൾക്കുമുള്ള ചരിത്ര വിരോധവും ചരിത്രബോധമില്ലായ്മയുമാണ് ഇത് വെളിവാക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ചരിത്രപരമായ അസ്തിത്വത്തിനും ക്രൂശീകരണത്തിനും ബൈബിളിന് പുറമെ ധാരാളം തെളിവുകൾ ലഭ്യമാണ്. ക്രിസ്ത്യൻ വിശ്വാസിയല്ലാത്ത യേശുവിൻ്റെ സമകാലികരായ പ്രമുഖ ചരിത്രകാരന്മാർ അദ്ദേഹത്തെക്കുറിച്ച് കൃത്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം 1, ഫ്ലാവിയസ് ജോസഫസ് 1-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രമുഖനായ യഹൂദ ചരിത്രകാരനാണ്. ഇദ്ദേഹം തൻ്റെ ആൻറ്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന ഗ്രന്ഥത്തിൽ യേശുവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സഹോദരനായ യാക്കോബിനെക്കുറിച്ചും വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്. അടുത്തത് കോർണേലിയസ് ടാസിറ്റസ്. റോമൻ ചരിത്രകാരന്മാരിൽ അഗ്രഗണ്യനായ ടാസിറ്റസ് തൻ്റെ അനൽസ് എന്ന കൃതിയിൽ നീറോ ചക്രവർത്തി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ച് എഴുതുമ്പോൾ അവരുടെ നേതാവായ ക്രിസ്തുവിനെ പീലാത്തോസ് വധിച്ച കാര്യം കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി പ്ലീനി ദി യങ്, റോമൻ ഗവർണറായിരുന്ന ഇദ്ദേഹം ട്രാജൻ ചക്രവർത്തിക്ക് അയച്ച കത്തുകളിൽ അക്കാലത്തെ ക്രിസ്ത്യാനികൾ യേശുവിനെ ഒരു ദൈവത്തെ പോലെ ആരാധിക്കുന്നതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഇത് ഒരു മതവിശ്വാസം എന്നതിലും ഉപരിയായി യേശുവിനെ ഒരു ചരിത്ര പുരുഷനായി അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. സുവിശേഷങ്ങളിലെ വിവരണങ്ങൾക്കപ്പുറം അക്കാലത്തെ ശത്രുക്കളും നിഷ്പക്ഷമതികളുമായിരുന്ന ചരിത്രകാരന്മാരുടെ ഈ രേഖപ്പെടുത്തലുകൾ യേശുവിൻ്റെ ജീവിതത്തെയും ക്രൂശീകരണത്തെയും നിഷേധിക്കാനാവാത്ത ഒരു ചരിത്ര സത്യമായി ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നു. യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ് എന്നതും അവിടുത്തെ ക്രൂശീകരണം ചരിത്രത്തിൽ അനിഷേധ്യമായ വസ്തുതകളാണ് എന്നതും ബാർട്ട് എഹ്ർമാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ ചരിത്രകാരന്മാർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ബാർട്ട് എഹ്ർമാൻ ക്രിസ്ത്യാനിയല്ല കേട്ടോ, അദ്ദേഹം നിരീശ്വരവാദിയാണ്. യേശു ക്രിസ്തുവിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വസ്തുനിഷ്ഠമായ തെളിവുകൾ ലഭ്യമായിട്ടുള്ളത് അവിടുത്തെ ക്രൂശീകരണത്തിനാണ്. നിരീശ്വരവാദികളോ ഇതര മതസ്ഥരായ ചരിത്രകാരന്മാർക്ക് പോലും ഈ ചരിത്ര വസ്തുതയെ അംഗീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. എന്നാൽ ഒരു മുസ്ലിമിന് മാത്രം ഒരു സെക്യുലർ ഹിസ്റ്റോറിയനാകാൻ പരിമിതിയുണ്ട്. കാരണം ചരിത്രത്തിലെ അനിഷേധ്യമായിട്ടുള്ള തെളിവുകൾ അംഗീകരിച്ചാൽ നിങ്ങളൊരു മുസ്ലിം അല്ലാതാകും. എന്നാൽ ചരിത്രത്തിലെ അനിഷേധ്യമായ തെളിവുകളെ നിഷേധിക്കുമ്പോൾ നിങ്ങൾ നിഷേധിക്കുന്ന ചരിത്രത്തെയാണ്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റി എടുത്ത് പരിശോധിച്ചോ, യേശുവിൻ്റെ ചരിത്രം പഠിക്കുന്ന സെക്യുലർ ഹിസ്റ്റോറിയൻസിൻ്റെ ഇടയിൽ ക്രിസ്ത്യാനികളുണ്ടാവാം, യഹൂദന്മാരുണ്ടാവാം, നിരീശ്വരവാദികളുണ്ടാവാം. എന്നാൽ ഒരു മുസ്ലിം മാത്രം ഉണ്ടാവില്ല. ഒരിക്കലും അവരെ കൊണ്ട് അത് സാധിക്കില്ല. ഇനി ശ്രീബുദ്ധൻ്റെ കാര്യം. ശ്രീബുദ്ധൻ ഏത് നൂറ്റാണ്ടിലാണ് ജനിച്ചതെന്ന് പോലും നമുക്ക് പ്രത്യേകിച്ച് ധാരണയില്ല കേട്ടോ. മിക്കവാറും 5-ാം നൂറ്റാണ്ടിലോ 6-ാം നൂറ്റാണ്ടിലോ BC ആയിരിക്കാം ശ്രീബുദ്ധൻ ജനിച്ചിരുന്നത്. ഗൗതമ ബുദ്ധന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഇന്നത്തെ വിവരണങ്ങൾ അദ്ദേഹത്തിന്റെ സമകാലികമായ രേഖകളല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം രൂപപ്പെട്ട സാഹിത്യ ദൈവശാസ്ത്ര വികാസങ്ങളെയാണ് പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത്. ബുദ്ധന്റെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പഴയ ആധികാരികമായ ചരിത്രപരമായ തെളിവ് BC 3-ാം നൂറ്റാണ്ടിലെ അശോക ചക്രവർത്തിയുടെ ശിലാശാസനങ്ങളാണ്. ശാക്യമുനി, അതായത് ബുദ്ധൻ ഇവിടെ ജനിച്ചു എന്ന് രേഖപ്പെടുത്തുന്ന ഒരു പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് കാണാം. അതുപോലെ തന്നെ കുറേ പില്ലർ ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. പക്ഷേ അതിൽ പോലും ബുദ്ധനെക്കുറിച്ചുള്ള ജീവചരിത്രപരമായിട്ടുള്ള ബയോഗ്രഫിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നുമില്ല. അതായത് ബുദ്ധന്റെ മരണത്തിന് ഏകദേശം 200-250 വർഷങ്ങൾക്ക് ശേഷമാണ് ചരിത്രത്തിൽ ബുദ്ധന്റെ പേര് പോലും പരാമർശിക്കപ്പെടുന്നത്. അതിനു മുൻപ് ഗൗതമ ബുദ്ധന്റെ പേര് പോലും ചരിത്രത്തിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. വാട്ട് യു സീ ഈസ് ആൻ ആബ്സല്യൂട്ട് സൈലൻസ്. ആദ്യ 2 നൂറ്റാണ്ടുകളിൽ ബുദ്ധന്റെ പേര് പോലും എവിടെയുമില്ല. ബുദ്ധമത ഗ്രന്ഥങ്ങൾ പാലി കാനൻ ആദ്യമായിട്ട് എഴുതപ്പെടുന്നതിന് BC 1-ാം നൂറ്റാണ്ടിലാണ്. അതും നൂറ്റാണ്ടുകളായിട്ടുള്ള വായ്മൊഴി കൈമാറ്റങ്ങൾക്ക് ശേഷം. ഇന്ന് നാം കേൾക്കുന്ന ബുദ്ധന്റെ ജനനത്തെയും അത്ഭുതങ്ങളെയും കുറിച്ചുള്ള വിശദമായ ജീവചരിത്രങ്ങൾ, ഉദാഹരണത്തിന് അശോക് ഘോഷിന്റെ ബുദ്ധചരിത്രം രൂപപ്പെടുന്നത് BC 1-ാം നൂറ്റാണ്ടിനും AD 2-ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. ചുരുക്കത്തിൽ ചരിത്ര പുരുഷനായ ബുദ്ധനെ കേന്ദ്രീകരിച്ച് പിൽക്കാലത്ത് പടുത്തുയർത്തപ്പെട്ട വിശ്വാസപരവും ഐതിഹ്യപരവുമായ ഒരു ചട്ടക്കൂടാണ് മിക്ക ബുദ്ധ ജീവചരിത്ര വിവരണങ്ങളും നാം കാണുന്നത്.
യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ബൈബിളിന് പുറത്തുള്ള തെളിവുകൾ എവിടെയെന്ന് ചോദിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം. ഗൗതമ ബുദ്ധനെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിന്നുള്ള ഒരു മതഗ്രന്ഥം പോലും ചരിത്രത്തിൽ അവശേഷിക്കുന്നില്ല. ബുദ്ധന്റെ കാലശേഷം ആദ്യ 2 നൂറ്റാണ്ടുകൾ എടുത്താൽ വാട്ട് ഈസ് ആബ്സല്യൂട്ട് സൈലൻസ്. എന്നാൽ സുവിശേഷങ്ങൾ എഴുതപ്പെടുന്നത് യേശു മരിച്ച ആദ്യ നൂറ്റാണ്ടിൽ തന്നെ, പതിറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെയാണ് നമുക്കറിയാം. പൗലോസിന്റെ ലേഖനങ്ങളാകട്ടെ യേശുവിന്റെ മരണശേഷം വെറും 2-3 ദശകങ്ങൾക്കുള്ളിൽ തന്നെ എഴുതി തീർന്നു. ആദ്യ 2 നൂറ്റാണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ എണ്ണമറ്റ ചരിത്ര രേഖകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. യേശു ക്രിസ്തു ചരിത്ര പുരുഷനാണ് എന്നത് പ്രത്യേകിച്ച് അവിടുത്തെ കുരിശ് പറഞ്ഞ ചരിത്രത്തിലെ അനിഷേധ്യമായ വസ്തുതയാണ്. ഇന്നത്തെ ചരിത്രകാരന്മാരിൽ, അതായത് പ്രാക്ടീസിങ് ചരിത്രകാരന്മാരിൽ ഒരാൾ പോലും യേശു ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന ഈ ഫ്രിഞ്ച് തിയറിയുടെ വക്താക്കളായിട്ടില്ല. പണ്ഡിത ലോകത്ത് ഈ വിഷയത്തിൽ ഒരു ഡിബേറ്റ് പോലുമില്ല. അപ്പോൾ ഈ ഫ്രിഞ്ച് തിയറിയുടെ വക്താക്കളോട് എനിക്കുള്ള ഒരു ചലഞ്ച് ഇതാണ്: യേശു ക്രിസ്തു ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുന്ന ഒരു പ്രാക്ടീസിങ് ഹിസ്റ്റോറിയന്റെ പേര്, അദ്ദേഹം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അദ്ദേഹം എവിടെ നിന്നാണ് PhD എടുത്ത്, ഇത്രയും ഡീറ്റെയിൽസുമായിട്ട് വരിക, നമുക്ക് ചർച്ച ചെയ്യാം.